ഹലോ. അപ്പോൾ നമുക്കിന്ന് ചായ കുടിച്ചിട്ട് തുടങ്ങിയാലോ? ഇന്ന് ചായയുടെ കൂടെ ഒരു പഴം പുഴുങ്ങിയത് മാത്രമായിട്ടുള്ളൂ. കാരണം എന്താ, ഉച്ചയ്ക്ക് നല്ല അടിപൊളി മട്ടൻ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മട്ടൻ, അത്ര ഉപ്പൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി മട്ടൻ. ഇപ്പോൾ 2.5 കിലോ മട്ടൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. നല്ല സൂപ്പർ മട്ടൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുട്ട നന്നായി കഴുകിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബിരിയാണിക്കുള്ള അരി, ഞാനിവിടെ വലിയ ഗ്ലാസ് അരി 7 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് അരി കഴുകിയിട്ട് അത് വെള്ളത്തിലിട്ടച്ച് പിന്നെ നമുക്കിതാ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ വെച്ചിട്ട് ചൂടായ ഓയിലിലേക്ക് ആദ്യം നമ്മൾ ജീരകം, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി പച്ചമുളക് ചതച്ച് വെച്ചത് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത്, പിന്നെ വലിയ തക്കാളി 4 ചേർത്ത് കൊടുത്ത്, പിന്നെ മസാലപ്പൊടി എന്ന് പറയാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ബിരിയാണി മസാല ഇരിക്കണ്ടായിരുന്നു, അതും കൂടെ അത് മാത്രമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കൂടുതൽ വേണ്ടത് തൈരാണ്. അപ്പോൾ 4-5 ടേബിൾ സ്പൂൺ തൈരും പിന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് നമ്മൾ മട്ടൻ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഈ വെന്ത് വന്ന മട്ടൻ നമ്മൾ ഈ മസാലയ്ക്ക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പും എരിവൊക്കെ നോക്കുക, എന്നിട്ട് ഈ സമയത്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചോറുണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഞാനിവിടെ നെയ്യാട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഈ നെയ്യിലേക്ക് ജീരകവും പിന്നെ നമ്മളെ പട്ട, ഏലക്കായ അതൊക്കെ ഉണ്ടല്ലോ, ആ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് അരി ആദ്യം വറുത്തെടുത്തിട്ടാണ്, എന്നിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തത്. 7 ഗ്ലാസ്സിന് ഞാനിവിടെ ഒരു 13 ഗ്ലാസ് വെള്ളമായിട്ട് എടുത്തത്. പിന്നെ ഓവറായിട്ട് വേവിച്ചില്ല, വെള്ളം ഫുള്ള് വറ്റുന്നതിന് മുമ്പ് തന്നെ ഞാൻ ദമ്മിടൽ പരിപാടി തുടങ്ങിയിട്ടാണ്. ബാക്കി ആ ദമ്മിൽ ഇരുന്നിട്ട് അങ്ങോട്ട് സെറ്റായിക്കോളും. ഓവറായിട്ട് വേവിച്ചാലേ നമ്മളെ ബിരിയാണി ഇങ്ങനെ കുഴഞ്ഞു പോകും. അപ്പോൾ ഓവറായിട്ട് ഞാൻ ചോറ് അങ്ങനെയായിട്ട് വേവിക്കലില്ല. വെള്ളം ഒന്ന് വറ്റിയെന്ന് കാണുമ്പോഴത്തേന് ഞാൻ എടുത്തിട്ട് ചോറുണ്ടാക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തും വേണോ, അതേപോലെ തന്നെ മസാലയുടെ എരിവും പുളിയും ഒക്കെ പാകമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെയാണ് കേട്ടോ കഴിച്ചത്. നല്ല കൊഴുപ്പുള്ള മട്ടനായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി എന്താ പറയുക, ലഘുവാക്കി. നല്ല സലാഡും സൂപ്പും പിന്നെ അവസാനം ഒരു മുന്തിരിയിൽ അങ്ങോട്ട് നിർത്തി.